നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയതിന് ശർമിഷ്ഠ പനോളി എന്ന 22-കാരിയെ കഴിഞ്ഞ ദിവസമാണ് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ അതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ശർമിഷ്ഠ പനോളിയെ പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ വിമർശനം ഉയരുന്നത്. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. പുനെയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ശർമിഷ്ഠ. 22 വയസ്സ് മാത്രമാണ് പ്രായം. സമൂഹ മാധ്യമത്തിൽ വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ നിയമ വിദ്യാർത്ഥിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്തത്. അതിലാണിപ്പോൾ രാഷ്ട്രീയ വിവാദവും പ്രതിഷേധവും ഉയർന്നു കേൾക്കുന്നത്. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിൻ്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നും ഇതിന്റെ ഭാഗമായാണ് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തതെന്നും BJP കുറ്റപ്പെടുത്തുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശർമിഷ്ഠ പനോളിയെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്ന് ആരോപിച്ച് ശർമിഷ്ഠ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് വിവാദമായത്. ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ചുള്ള വർഗീയ പരാമർശങ്ങളും വീഡിയോയിൽ അടങ്ങിയിരുന്നു. വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്ത് ശർമിഷ്ഠ മാപ്പ് പറഞ്ഞെങ്കിലും ശർമിഷ്ഠയ്ക്കെതിരെ പരാതികൾ ലഭിച്ചതോടെ കൊൽക്കത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്നായിരുന്നു ശർമിഷ്ഠ തന്റെ വിവാദ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്യുകയും ശർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ വീഡിയോ നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു. വെള്ളിയാഴ്ച രാത്രി ശർമിഷ്ഠയെ ഗുരുഗ്രാമിൽ വെച്ച് അറസ്റ്റും ചെയ്തു. പുനെ നിയമ സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ശർമിഷ്ഠ. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വീഡിയോകളാണ് അവരെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയയാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പാകിസ്ഥാൻ യുവാവ് എത്തിയിരുന്നു. ഇതിനുള്ള മറുപടി 2025 മെയ് 14 ശർമിഷ്ഠ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ബോളിവുഡ് നടന്മാർ പാലിച്ച മൗനത്തെയും നിശിതമായി വിമർശിച്ചിരുന്നു. ഇതാണ് വിവാദമായത്. മുസ്ലിം പ്രവാചകന്മാരെ അധിക്ഷേപിച്ചു എന്നതായിരുന്നു ശർമിഷ്ഠയ്ക്കെതിരായ മറ്റൊരു ആരോപണം. വീഡിയോ വൈറലായതോടെയാണ് ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് നിരവധി ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ഹാഷ്ടാഗ് അറസ്റ്റ് ശർമിഷ്ഠ പോലുള്ള നിരവധി ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഒപ്പം വധഭീഷണിയും വേറെ. ശർമിഷ്ഠയ്ക്കെതിരെ പരാതികളുടെ കൂമ്പാരമായിരുന്നു കൊൽക്കത്ത പോലീസിന് ലഭിച്ചത്. ശർമിഷ്ഠയ്ക്കും കുടുംബത്തിനും വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റാൻ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. നോട്ടീസുകൾ കൈപ്പറ്റാത്തതിനാലും മറുപടി ലഭിക്കാത്തതിനാലും കൊൽക്കത്തയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്ന് അവർ അറസ്റ്റിലായി. കൂടുതൽ അന്വേഷണത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി പോലീസും ശർമിഷ്ഠയുടെ ലാപ്ടോപ്പ് ഫോണും പിടിച്ചെടുത്തിരിക്കുകയാണ്. ശനിയാഴ്ച അലിയാപൂർ കോടതിയിലായിരുന്നു ശർമിഷ്ഠയുടെ വിചാരണ നടത്തിയത്. ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. അവരെ ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. നിയമപരമായി സാധ്യമായ എല്ലാം ചെയ്തു. വക്കീൽ നോട്ടീസ് കുടുംബത്തിന് നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ ഒളിവിലായതിനാൽ അത് കൈപ്പറ്റിയിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്നതും വിവാദമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണമെന്നും കൊൽക്കത്ത പോലീസ് പറഞ്ഞു. വീഡിയോ നീക്കം ചെയ്തിട്ടും മാപ്പ് പറഞ്ഞിട്ടും മമതാ ബാനർജിയുടെ പോലീസ് രായ്ക്കു രാമാല നിയമ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തെന്നും ഇത് നീതിക്ക് വേണ്ടിയല്ലെന്നും പ്രീണനത്തിന് വേണ്ടിയാണെന്നും ബംഗാൾ BJP പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗന്ധ മഞ്ജുദാർ ആരോപിച്ചു. നീക്കം ചെയ്ത വീഡിയോയുടെ പേരിലാണ് ഇപ്പോൾ നിയമ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത്. ഒരു കലാപവുമില്ല, യാതൊരു അസ്വസ്ഥതകളുമില്ല. എന്നിട്ടും മമതയുടെ പോലീസ് ഒറ്റ രാത്രി കൊണ്ട് നടപടി സ്വീകരിച്ചു. ഇത് നീതിക്ക് വേണ്ടിയല്ല, പകരം പ്രീണനത്തിന് വേണ്ടിയാണ്. തൃണമൂൽ നേതാക്കൾ സനാതനധർമ്മത്തെ അപമാനിച്ചപ്പോഴോ മഹാകുംഭമേളയെ പരിഹസിച്ചപ്പോഴോ ഒരു FIR-ഓ അറസ്റ്റോ ഉണ്ടായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നടിയും BJP MPയുമായ കങ്കണ റണൌട്ടും ശർമിഷ്ഠയുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ശർമിഷ്ഠ ചില അസുഖകരമായ വാക്കുകൾ പ്രയോഗിച്ചു എന്നത് സമ്മതിക്കുന്നു. പക്ഷേ അതിക്കാലത്ത് മിക്ക യുവാക്കൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ശർമിഷ്ഠ തന്റെ പ്രസ്താവനകളിൽ മാപ്പ് ചോദിച്ചു. ഈ വിഷയത്തിൽ അത് മതി, അവളെ കൂടുതൽ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ എത്രയും വേഗം ശർമിഷ്ഠയെ വിട്ടയക്കണമെന്നും കങ്കണ ആവശ്യപ്പെട്ടു. ജയിലിലടച്ച് കരിയർ ഇല്ലാതാക്കി. ഒരു മകൾക്കും ഇത് സംഭവിക്കരുത്. സംസ്ഥാനത്തെ ഉത്തര കൊറിയയാക്കാൻ ബംഗാൾ സർക്കാർ ശ്രമിക്കരുതെന്നാണ് കങ്കണ വിമർശിച്ചിരിക്കുന്നത്. ശർമിഷ്ഠയെ ഉടൻ മോചിപ്പിക്കണമെന്നും BJP MP ആവശ്യപ്പെട്ടു. അതിനിടെ ശർമിഷ്ഠ പനോളിക്ക് പിന്തുണയുമായി ഡച്ച് പാർലമെന്റ് അംഗം രംഗത്ത് വന്നു. പാർട്ടി ഫോർ ഫ്രീഡം നേതാവ് ഗീറ്റ് വൈൽഡേഴ്സ് ആണ് ശർമിഷ്ഠ പനോളിക്ക് പിന്തുണയുമായി എത്തിയത്.
ശർമിഷ്ഠ പനോളിയെ മോചിപ്പിക്കുക, അവരെ അറസ്റ്റ് ചെയ്തതിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കളങ്കമുണ്ടായി. പാകിസ്ഥാനെയും മുഹമ്മദിനെയും കുറിച്ച് സത്യം സംസാരിച്ചതിനെ അവരെ ശിക്ഷിക്കരുത്, അവരെ സഹായിക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാഗ് ചെയ്ത് ഗീറ്റ് വൾട്ടേഴ്സ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശർമിഷ്ഠയുടെ അറസ്റ്റിന് പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ച് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേനാ നേതാവുമായ പവൻ കല്യാൺ എത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നിയമ വിദ്യാർത്ഥി ശർമിഷ്ഠ പറഞ്ഞ ചില വാക്കുകൾ ചിലരെ വിഷമിപ്പിച്ചു. തെറ്റ് മനസ്സിലാക്കി വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവർ മാപ്പും പറഞ്ഞു. ബംഗാൾ പോലീസ് ഉടനടി ശർമിഷ്ഠയ്ക്ക് എതിരെ നടപടിയെടുത്തു. തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ സനാതനധർമ്മത്തെ പരിഹസിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? എവിടെയാണ് മാപ്പ്, എവിടെയാണ് അറസ്റ്റ് എന്നാണ് പവൻ കല്യാൺ എക്സിൽ കുറിച്ചിരിക്കുന്നത്. തൃണമൂലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ സനാതനധർമ്മത്തെ പരിഹസിച്ചപ്പോൾ ദശലക്ഷക്കണക്കിന് പേർക്കുണ്ടായ കഠിനമായ വേദനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അവർ മാപ്പ് പറഞ്ഞോ എന്നും അവരെ അറസ്റ്റ് ചെയ്തോ എന്നും അദ്ദേഹം ചോദിച്ചു. ദേവനിന്ദ എപ്പോഴും അപലപിക്കപ്പെടണം. മതേതരത്വം ചിലർക്ക് പരിചയവും മറ്റു ചിലർക്ക് വാളുമായി മാറരുത്. രാജ്യം മുഴുവൻ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അതിനാൽ പശ്ചിമ ബംഗാൾ പോലീസ് നീതിപൂർവ്വം പ്രവർത്തിക്കണമെന്നും പവൻ കല്യാൺ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് കാർത്തി പി ചിദംബരവും അറസ്റ്റിനെ അപലപിച്ചു. സാമൂഹിക മാധ്യമ പോസ്റ്റുകളുടെ പേരിലുള്ള ഇത്തരം അന്തർ സംസ്ഥാന അറസ്റ്റുകൾ അത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അധികാരത്തിന്റെ ദുരുപയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പുനെയിലെ നിയമ വിദ്യാർത്ഥിനിയായ ശർമിഷ്ഠയെ ഗുരുഗ്രാമിൽ നിന്ന് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയതിനായിരുന്നു പോലീസ് നടപടി. വെള്ളിയാഴ്ച രാത്രി ഗുരുഗ്രാമിലെത്തിയ കൊൽക്കത്ത പോലീസ് സംഘം വിദ്യാർത്ഥിനിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ശർമിഷ്ഠയുടെ വിവാദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള വർഗീയ പരാമർശങ്ങളും അടങ്ങിയിരുന്നു. വീഡിയോ വിവാദമായതോടെ ഇത് പിന്നീട് നീക്കം ചെയ്യുകയും ശർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. അതേസമയം വിവാദ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്തയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തി. തുടർന്നാണ് കൊൽക്കത്ത പോലീസ് വിദ്യാർത്ഥിനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. മെയ് 30-നാണ് ഗുരുഗ്രാമിൽ നിന്ന് യൂട്യൂബർ ശർമിഷ്ഠ പനോലിയെ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ശർമിഷ്ഠ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ തന്റെ വാക്കുകൾ ചിലരെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ശർമിഷ്ഠ ക്ഷമാപണം നടത്തുകയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും മമതാ സർക്കാർ യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ശർമിഷ്ഠ. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താനുള്ള രീതിയിലുള്ള കുറിപ്പുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ബംഗാളിലെ മമതാ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടിക്കെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.